എവർക്കും നമസ്കാരം. ചാത്തൻ സ്വാമിയെക്കുറിച്ചും മജീഷ്യന്മാരെക്കുറിച്ചും മന്ത്രവാദികളെക്കുറിച്ചുമാണ് ഇന്നത്തെ വിഷയം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ജാലവിദ്യ കാണിക്കാൻ. ഇത് ചാത്തൻ സ്വാമി കൂടെ ഉണ്ടെങ്കിലാണ് ഇത് ചെയ്യാൻ പറ്റൂ എന്നാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നതായ പൊതുവെയുള്ള വിശ്വാസം. അത് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. മന്ത്രവാദികൾ ചാത്തനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണം, ഓരോ സാധനങ്ങൾ എടുപ്പിക്കുക, തിരിച്ചു കൊണ്ടുപോയിപ്പിക്കുക, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ അത്യധികമായ സാധനയോടുകൂടി തപസ്സിരുന്ന് ഗുരുപദേശത്തോടുകൂടി പഠിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തു വന്നിരുന്നത്. അത് വർഷങ്ങളോളം ഉള്ള അധ്വാനത്തിന് ശേഷമാണ് ഇവരെ ഇതൊക്കെ പുറത്തോട്ട് കൊണ്ടുവന്ന് ഓരോന്നും കാണിച്ചുകൊണ്ടിരുന്നത്. മാജിക്കുകാർ ഓരോ വിദ്യകൾ കാണിക്കുന്നു. അവരത് സയൻസാണ്, ചാത്തനാണ് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതാണെങ്കിലും നല്ലതുപോലെ നമ്മൾ പഠിച്ചിരിക്കണം. ഗുരുവിൽ നിന്നും പഠിക്കാതെ കണ്ട് മജീഷ്യനാകാനോ മാന്ത്രികനാകാനോ പറ്റത്തില്ല. ചാത്തൻ സ്വാമിയെ വെച്ച് മാജിക്കായാലും മാന്ത്രികമായാലും ചെയ്താൽ നമ്മൾ ചെയ്യാനുള്ള വിദ്യകൾ നമ്മൾ പഠിച്ചിരിക്കണം. അതിന് സമയമെടുക്കും. ഗുരു അത്യാവശ്യമാണ്. ഇല്ലാതെ മാജിക്ക് പഠിച്ചവനോ മാന്ത്രികം ചെയ്തവരോ കുടുംബത്തുണ്ടെന്ന് വെച്ച്, അല്ലെങ്കിൽ ചാത്തൻ സ്വാമിയെ സേവയുള്ളവരുണ്ടെന്ന് വെച്ചും ഇതിൽ പ്രവർത്തിക്ക് ഇറങ്ങിത്തിരിച്ചാൽ വൻ പരാജയത്തിലായിരിക്കും കലാശിക്കുന്നത്. അതുകൊണ്ട് ഏത് കാര്യമാണെങ്കിലും നമ്മൾ അതിൻ്റെ പ്രവർത്തിക്കാനുള്ള വിദ്യ നമ്മൾ പഠിച്ചിരിക്കണം. അതിന് നമ്മൾ ഗുരുകുല വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അതിനുള്ള ഇപ്പോൾ സാഹചര്യമില്ല എങ്കിൽ പോലും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് നമ്മൾ ഈ വിദ്യകൾ മുഴുവൻ നമ്മൾ പഠിച്ച് നമ്മുടെ കൈവശം ഇരുന്നതിന് ശേഷം വേണം നമ്മൾ ബാക്കി വരുന്നതായ ഈ പറഞ്ഞ കാര്യത്തിലേക്കൊക്കെ നമ്മൾ കടക്കാനായിട്ട്. ഉദാഹരണം, നമ്മൾ വയറിങ് ചെയ്തു കഴിഞ്ഞ് നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നു. ഈ വയറിങ് മുഴുവൻ നമ്മൾ പഠിക്കാനായിട്ട് സമയമെടുക്കും. അല്ലാതെ കൊണ്ടൊരു ബൾബ് നോക്കുമ്പം കത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ ബൾബ് കത്തിക്കുന്നതിന് മുമ്പുള്ളതായ സർവ്വ വയറിങ്, അതിനടുത്ത് ഇടയ്ക്ക് ഉണ്ടാകുന്ന ഷോർട്ടേജുകൾ, അത് ഏതൊക്കെ പല പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. അവസാനമാണ് ഈ ബൾബ് ഒന്ന് കത്തുന്നത്. അതിന് വർഷങ്ങളുടെ സമയമെടുക്കും. അല്ല എങ്കിൽ ആദ്യത്തെ സ്വിച്ചിൽ തന്നെ ഈ ബൾബ് ഫ്യൂസ് അടിച്ച് പോകുന്നതായിരിക്കും. ഏവർക്കും നന്ദി.